മെക്സിക്കോയിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെക്സിക്കൻ പ്രസിഡന്റിനെയാണ് ഒരാൾ കയ്യേറ്റം ചെയ്യുന്നത്, അതും ലൈംഗികമായാണ് ഉപദ്രവിക്കുന്നത്. ഇപ്പോൾ മെക്സിക്കോ സിറ്റിയിൽ വെച്ചാണ് അവിടുത്തെ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബോമിന് ഈ ദുരവസ്ഥ ഉണ്ടായത്. ലൈംഗികമായ കയ്യേറ്റം. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ അതിക്രമിച്ച് കയറി വരികയാണ്, പിന്നീട് അവരെ സ്പർശിക്കുകയാണ്. ആ വീഡിയോ ആണ് പുറത്തു വന്നത്. അപ്പോൾ ഷെയിൻബോമിനോട് ഇവർ വളരെ മോശമായി പെരുമാറുന്നു, അവരുടെ മാറിടത്ത് സ്പർശിക്കാൻ ശ്രമിക്കുന്നു, കാഴ്ചക്കാർ നോക്കി നിൽക്കെ ചുംബിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് ഒരു സഹായി ഇടപെട്ട് അവരെ ആ സംഭവത്തിൽ നിന്ന് രക്ഷിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഒരു പ്രസിഡന്റിന് നേരെ നടക്കുന്ന ഒരു ലൈംഗിക അതിക്രമം എന്ന നിലയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഏതായാലും ഈ വന്നയാൾ പൂർണ്ണമായും മദ്യപിച്ചിരുന്നു എന്ന് പ്രസിഡന്റ് പറയുന്നു. അത്തരം ഒരാൾക്കെതിരെ പരാതി നൽകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ താൻ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു, ഇത് രാജ്യത്തെ എല്ലാ സ്ത്രീകളും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഇത് ചെയ്യാൻ ആർക്കും ഒരു അധികാരമോ അവകാശമോ ഇങ്ങനെ ആളുകൾക്കില്ല. മറ്റൊരാളെ ലൈംഗികമായി അതിക്രമിച്ച് അവരുടെ ദേഹത്ത് സ്പർശിക്കാനുള്ള അവകാശം ആർക്കുമില്ല എന്നവർ തറപ്പിച്ച് പറയുകയും ചെയ്തു. ഏതായാലും ഇത്തരത്തിലൊരു അക്രമത്തിന് ഇരയായ ഈ ക്ലോഡിയ ഷെയിൻബോം ഒരു സാധാരണ രാഷ്ട്രീയക്കാരിയല്ല. വലിയ ദുർഘടമായ പാതകളിലൂടെ മുന്നേറിയാണ് അവരൊരു രാജ്യത്തിൻ്റെ പ്രഥമ വനിതയായി മാറുന്നത്. അപ്പോൾ അവർ ഊർജം, അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ അവരുടേതായ സംഭാവനകൾ നൽകിയ ഒരു ശാസ്ത്രജ്ഞയാണ്, ഒരു അക്കാഡമിക് വിദഗ്ധയാണ്. 2024 മെക്സിക്കോയുടെ 66ാമത്തെ പ്രസിഡൻ്റായി അവർ ചുമതലയേറ്റു. അങ്ങനെ ഏൽക്കുമ്പോൾ അത് ആ പദവിയിലെത്തുന്ന ആ രാജ്യത്തെ ആദ്യത്തെ വനിതയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. മാത്രമല്ല ജൂത സമൂഹത്തിൽ നിന്നാണ് അവർ വരുന്നത്. അവർ അവിടെ നാഷണൽ റീജിയണൽ മൂവ്മെൻറ്റ് എന്ന പാർട്ടിയിലെ അംഗമാണ്. അപ്പോൾ 2018 മുതൽ 2023 വരെ അവർ മെക്സിക്കൻ സിറ്റിയുടെ ഹെഡ് ഓഫ് ഗവൺമെൻറ് ആയിരുന്നു. അത് നമ്മൾ മേയർ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു പദവിയാണത്. അങ്ങനെ സേവനമനുഷ്ഠിച്ച ആളാണ്. 2024 ഫോബ്സ് മാസിക ലോകത്തിലെ ഏറ്റവും ശക്തിയായ 4ാമത്തെ വനിതയാണ് അവർ എന്ന് വിലയിരുത്തി. അപ്പോൾ ഷെയിൻബോമിൻ്റെ ആ ഒരു റാങ്കിങ് നമ്മൾ നോക്കാം. ലോകത്തെ 4ാമത്തെ ശക്തിയായ വനിത എന്ന ഒരു സ്ഥാനം അവർ കരസ്ഥമാക്കുമ്പോൾ അത് അത്ര എളുപ്പമായ ഒരു വഴികളിലൂടെ പോയല്ല അവർ കരസ്ഥമാക്കിയത് എന്നാണ് വ്യക്തമാകുന്നത്. അവരൊരു ശാസ്ത്രജ്ഞയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നാഷണൽ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി ഓഫ് മെക്സിക്കോയിൽ നിന്നാണ് അവർ എനർജി എഞ്ചിനീയറിങ്ങിൽ PhD നേടുന്നത്. പരിസ്ഥിതി, സുസ്ഥിര വികസനം അതുപോലുള്ള മേഖലകളിൽ അവർ 100-ലധികം ലേഖനങ്ങൾ രചിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങളിൽ അവർ സഹരചയിതാവാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യ ഗവൺമെൻറ് പാനലിലേക്ക് അവരുടെ സംഭാവനകൾ എടുത്തു നോക്കുമ്പോൾ അത് വളരെ നിർണായകമാണ് എന്ന് വ്യക്തമാകും. 2018 BBC-യുടെ 100 പ്രധാനപ്പെട്ട വനിതകളിൽ ഒരാൾ എന്ന നിലയിൽ അവർ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തു. ഷെയിൻബോമിൻ്റെ യാത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയ യാത്ര വളരെ കഠിനമായിരുന്നു. 1989 അവർ പാർട്ടി ഓഫ് ദി ഡെമോക്രാറ്റിക് റെവല്യൂഷനിൽ എത്തുന്നത്. അങ്ങനെ അവിടെ കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 2000 മുതൽ 2006 വരെ ഫെഡറൽ ഡിസ്ട്രിക്റ്റിൽ ഒരു പരിസ്ഥിതി സെക്രട്ടറിയായി അവർ സേവനം അനുഷ്ഠിക്കുന്നു. 2014 ഈ പാർട്ടി ഓഫ് ദി ഡെമോക്രാറ്റിക് റെവല്യൂഷൻ പിളരുകയാണ്. അങ്ങനെ ക്ലോഡിയ നാഷണൽ റീജിയണൽ മൂവ്മെൻറ്റിൽ അങ്ങനെയാണ് എത്തുന്നത്. അപ്പോൾ ആൻഡ്രസ് മാനുവൽ ലോപ്പസ് ആണ് ഈ സംഘടനയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. അങ്ങനെ 2015 തന്നെ അവർ തലാൽപാൻ ബൊറോയുടെ മേയർ, ആ ഒരു പട്ടണത്തിൻ്റെ മേയറായി ചുമതലയേറ്റെടുക്കുന്നു. അവിടെ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. 2018 അവർ ഉയർത്തുന്ന വിഷയങ്ങൾ അവിടെ രാജ്യത്ത് വലിയ ശ്രദ്ധേയമാകുന്നതാണ്. ഒന്ന് സുരക്ഷ, പൊതുഗതാഗതം, അതുപോലെ സാമൂഹ്യക്ഷേമം, ഈ വിഷയങ്ങളിലൊക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കും. COVID-19 ആ രാജ്യത്തെ ബാധിച്ചപ്പോൾ അതിനെതിരെ അവർ ശക്തമായ ഒരു നീക്കം തന്നെ നടത്തി. ആളുകളെ ഏകോപിപ്പിക്കുന്നതിലും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലുമൊക്കെ വലിയ നിർണായകമായ പങ്ക് വഹിച്ചു. മെക്സിക്കോ സിറ്റിയിൽ ഒരു മെട്രോ മേൽപ്പാലം തകർന്നു വീണൊരു ദുരന്തം ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും അതുപോലെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവരൊരു കരുത്തുറ്റ വനിതയാണ് എന്ന് അവർ തെളിയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ ഗവൺമെൻറ് മേധാവി എന്ന് പറഞ്ഞാൽ മേയറിൻ്റെ ഏതാണ്ട് സമാനമായൊരു പദവിയാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ അധികാര പരിധികളുണ്ട്. അതുകൊണ്ട് ശക്തമായി അവിടെ അവർ പ്രവർത്തിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനേ അവർ 2023 ഈ സ്ഥാനം രാജിവെക്കുന്നത്. അങ്ങനെ ആദ്യ റൗണ്ടിൽ അവർ മാർസിലോ എബ്രാഡിനോട് ഏറ്റുമുട്ടുന്നു. അത് ഒരു സൗഹൃദ അന്തരീക്ഷത്തിലുള്ളൊരു മത്സരം എന്നതിൽ അങ്ങനെയാണ് ഈ നോമിനേഷൻ കിട്ടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ കളത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ വെച്ച്
അവർ ഷോച്ചിതിൽ ഗാൽവെസുമായി ഉള്ള നേരിട്ടുള്ള മത്സരം വരുന്നു. വൻ ഭൂരിപക്ഷത്തിൽ എതിരാളിയെ പരാജയപ്പെടുത്തുന്നു. പ്രസിഡൻ്റായി അവിടെ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അപ്പോൾ ഷെയ്ൻബോം നിരവധി ഭരണഘടനാ പരിഷ്കാരങ്ങൾ പിന്നീട് നടപ്പിലാക്കി. സാമൂഹിക ക്ഷേമ പരിപാടികൾ കൊണ്ടുവന്നു. പലതിലും ഭരണഘടനാപരമായ മാറ്റങ്ങൾ വേണ്ടിടത്തൊക്കെ അത് നടത്തി. ഊർജ്ജ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകി. അതുപോലെ തന്നെ അതിൽ ഈ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണം കാര്യക്ഷമമായി കൊണ്ടുവരാൻ ഒക്കെ അവർ മുൻകൈയെടുത്തു. അതിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ പണപ്പെരുപ്പം പോലുള്ള വിഷയങ്ങൾ അവർ കൃത്യമായി നേരിട്ടു എന്നതാണ് വലിയൊരു കാര്യം. അപ്പോൾ 2014 UN ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകളെ പറ്റിയൊരു പഠനമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഈ പല രാഷ്ട്രീയ നേതാക്കൾക്കും ഇതുപോലെ സമാനമായ കയ്യേറ്റങ്ങളും അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു എന്ന പഠനമാണ് അന്ന് UN നടത്തിയപ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നൊരു വിവരം. അപ്പോൾ അതിൽ അന്ന് പ്രതികരിച്ചൊരു 750 വനിതാ രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിച്ചപ്പോൾ 14% ആളുകളും സമാനമായ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടവരാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. സ്ത്രീകൾ പലയിടത്ത് രാഷ്ട്രീയത്തിൽ ഒരു ലൈംഗിക അതിക്രമത്തിനൊക്കെ ഇരയാകുന്ന സാഹചര്യമുണ്ട്. വലിയ ഒരു വിഭാഗം ശാരീരിക പീഡനത്തിന് ഇരയാകുന്നു എന്നവർ പറയുന്നുണ്ട്. ഇതിൽ ലോകത്ത് നടത്തിയ പഠനങ്ങളിൽ വ്യക്തമാകുന്നു, പാകിസ്ഥാനിൽ ഏതാണ്ട് 30% സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങുന്നവർ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് എന്ന് പറയുന്നു. നേപ്പാളിലും ഇതുപോലെ 21% ആളുകളാണ് സ്ത്രീകളാണ് ഇതുപോലെ പ്രശ്നങ്ങൾ നേരിടുന്നത്. ഇത് ഒരു വികസിത രാജ്യം വികസ്വര രാജ്യം എന്ന വ്യത്യാസമൊന്നുമില്ല. UK-യിലും സമാനമായ പ്രശ്നങ്ങൾ പല ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ പ്രധാനമായും ഈ വനിതാ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തി മോർഫ് ചെയ്തുകൊണ്ട് അവരുടെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവരുടെ കാര്യം അത് നമുക്കറിയാം, അത് അതിക്രൂരമാണ്. അവിടുത്തെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ആഞ്ചല റെയ്നർ സമാനമായൊരു പ്രശ്നം നേരിട്ടയാളാണ്. അതുപോലെ മുൻ മന്ത്രി പെന്നി മോർഡോക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നേരിട്ടു. അവിടെ UK-യിൽ 28ഓളം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഈ ഡീപ്പ് ഫേക്ക് പോൺ സൈറ്റുകൾ ഇവരെയൊക്കെ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിച്ചു. അവരെ ലക്ഷ്യം വെച്ച് ചിത്രങ്ങൾ നിർമ്മിച്ചു. അത് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തു. അത് പിന്നെ വലിയ വിഷയമൊക്കെ ആയി. അമേരിക്കയിൽ അവിടെ അമേരിക്കൻ കോൺഗ്രസ്സിലേക്ക് മത്സരിച്ച എറിൻ ഷോഡ് ഇതുപോലെ ഒരു പ്രതിസന്ധി അവർക്കെതിരെ വന്നു. അവരെയും ഇതുപോലെ തെറ്റായ തരത്തിൽ ചിത്രീകരിക്കുന്ന ഒരു നീചമായ രീതിയുണ്ടായി. മാത്രമല്ല, അവരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയുണ്ടായി എന്നൊക്കെ അവർ പിന്നീട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് അധിക്ഷേപങ്ങൾ, ഇങ്ങനെ ഓൺലൈൻ സന്ദേശങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അവർക്ക് നേരെ വരികയാണ്. അപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ മെക്സിക്കോയിൽ ഇങ്ങനെ ഒരു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന, അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുമൊക്കെയായി ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവിനുണ്ടായ ഈ ദുരനുഭവം വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടിങ്ങനെ ഇവർ ആക്രമിക്കപ്പെടുന്നു എന്ന ചോദ്യം ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഉയരുകയാണ്.